നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനെ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, hallelujah. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Praise the Lord. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Uraka Baba Shandara Gasiara Belavai. Glory to God. Hallelujah, hallelujah, hallelujah. Nandi Gatave, Nandi Gatave, Nandi Gatave, Nandi Gatave. Praise you, Jesus. Hallelujah, hallelujah, hallelujah. Thank you, Lord. 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise Jesus. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനേ, നന്ദി, 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 നന്ദി. Hallelujah, 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 hallelujah. Thank you, Lord. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Glory to God, glory to God, glory to God. Amen, 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 amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനെ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. Thank you, Jesus. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Thank you, Lord. 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 Hallelujah, 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 hallelujah. Glory God, Rika Bashandara Ganagasiara Vana Vaita Vanagatana, Danadigal Kanas. Hallelujah, 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 hallelujah. Thank you, Jesus. Nandi Gatave, Nandi Gatave, Nandi Gatave. Parishutari, Nandi, 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 Nandi. Hallelujah, 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 hallelujah. Thank you, Jesus. Nandi Gatave, Nandi Gatave, Nandi Gatave. പരിശുദ്ധനെ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. Hallelujah, 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 hallelujah. Praise the Lord. സ്നേഹിതരെ, ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്ര എന്ന പാട്ട് നേരിട്ട് മാറ്റപ്പെടുത്താം. അവനാ
വചന ശുശ്രൂഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. അനുഗ്രഹമായ ഒരു പാൽക്കായിട്ട് വിട്ടു കാരണം 12 മണിക്കൂറെല്ലാം കർത്താവെ തന്നെ കണ്ണീരും കാലിനും ഈശ്വരനും പ്രാർത്ഥന കാത്തു വെച്ച ആപത്താന്തങ്ങൾ രോഗത്തുക്കൾ ഭക്ഷതെല്ലാം കർത്താവ് സന്തോഷം ബലത്തോടെ കർത്താവെ രാത്രികാലം സ്നേഹിതരും പ്രയർ ഫാമിലി വിദേശത്തും സ്വദേശത്തും കോൺഫറൻസും കൊള്ളായി ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രികാലം കർത്താവെ ആയുസോട് ആദ്യത്തിന്റെ ബലത്തോടെ നിർത്തി അവൻകുറുക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം. ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ സഹായിക്കുമാറാണ്. വേദനോടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബന്ധമില്ലാത്ത വചന അനേകം ഉള്ളങ്ങളെ ക്രിയ ചെയ്യുമാറാണ്. ലുദിയുടെ ഹൃദയം തുറന്ന് ദൈവ ഈ രാത്രികാലം അനേകം ലുദിയമാരുടെ ഹൃദയം തുറക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് ആക്കണം. വേദനോടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാല സമാധാനം സന്തോഷം സ്വസ്ഥയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ രാത്രികാല വചന ശുശ്രൂഷയിൽ കർത്താവ് അങ്ങനെയുള്ള വ്യക്തികൾ സമാധാനം സന്തോഷവും സ്വസ്ഥയും പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. കൊറോണ നിമിത്തം ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പൂർണ്ണമായ വിടുതൽ ആശ്വാസം എടുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രികാലം കർത്താവ് ഒരു ഭാവിയെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുക കർത്താവ് ഇടയാക്കണമേ നടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുരുഷന്റെ മറന്ന് സംസാരിപ്പാ നിന്റെ ദാസനെ അധികാരപ്പെടുത്തുമാറാണ് മേനോടത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന സകലത്തിലും അതേ ദൈവമാകിയ ശക്തിയോടെ ബലത്തോടെ ഈ രാത്രികാലം വചനം വിളിച്ചു പറയുക. ആമി മകവർഷം കൂടെ ദൈവദൂതുക ദൈവ ആലോചന വിളിച്ചു പറയുക കർത്താവേ. സഹായം ശക്തമായി കലാപത്തിൽ ഉപയോഗിക്കണം. പുരുഷന് മറന്ന് സംസാരിപ്പാ അധികാരപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ രാത്രികാല വനങ്ങളെ തൊഴിലൊരിക്കുമാ നിമ്പ ശബ്ദം മാൻപേടകൾ പ്രസവിക്കുമാ നിമ്പ ശബ്ദം കാദേശ് മരുഭൂമി നടുക്കുമ്പോൾ ശബ്ദം എന്ന് രാത്രികാലം കർത്താവ് ഓരോ വ്യക്തികളിലെ കാതുകളെ തുറന്നു ചെല്ലുമാർ കർത്താവെ വചനം കർത്താവെ ക്രിയ ചെയ്യുമ്പോൾ ഓരോ ഉള്ളത്തോടും അവിടുന്ന് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാണ് വേദത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവെ കടന്നു പോയത് എല്ലാ പ്രിയപ്പെട്ട കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം അവരുടെ ജീവിതത്തെ വളരെ അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുക സന്തോഷമായി തീരുവാൻ കർത്താവിടെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി വിടുതലെ സന്തോഷിക്കുക കർത്താവെ. ഓരോരുത്തരും ഇട്ടയാക്കുമാറാണ് വേദത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ. ഈ രാത്രികാലം തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. വിവാഹപ്രായമത്തെ ആ മക്കളെ പെൺമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്കതായ തുണകളെ കർത്താവെ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രിക്കാരൻ ദൈവത്തിന് വലിയ പ്രവർത്തി കണ്ട് സന്തോഷിപ്പാ സ്വർഗമാണെന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുമുള്ള അവസരത്തിൽ മേലെ കൂടി സഹായിക്കാം. സകലമായ മോദോപ്പിച്ച് നടപ്പിച്ചുകൊണ്ട് താഴ്മയോടെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധി കാണിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വരുവനായ ദൈവം ഒരുക്കിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വദേശത്തും വിദേശത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ആമേൻ അനേകര് ആമേൻ നിരാശരായി കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവമക്കൾ ആമേൻ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ വചനം ഇന്ന് രാത്രിയിലും ആമേൻ നമുക്ക് ധ്യാനിപ്പാനായി സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്നതോർത്ത് സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രഘോഷിപ്പാൻ എന്നെ വിശ്വസ്തനെ നെണ്ണി ആമേൻ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. നിങ്ങൾക്കെതിരെ ആർക്കാണ് പ്രവർത്തിക്കുവാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ ആർക്കാണ് ശബ്ദമുയർത്തുവാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എതിരെ ആർക്കാണ് ആമേൻ അതെ അസഭ്യങ്ങൾ പറയുവാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എതിരെ
ആർക്കാണ് പ്രവർത്തിക്കുവാൻ കഴിയുക എന്നുള്ളൊരു ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാധാരമായി നമുക്ക് ഇന്ന് രാത്രി ഒരുമിച്ച് ചിന്തിപ്പാൻ തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യമാണ്. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ റോമാലേഖനം. ആമേൻ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. പ്രിയമുള്ളവരെ, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ആമേൻ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവവൈതലേ, ഇതു സംബന്ധിച്ച് ഇന്ന് നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളി, ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികൾ, ആമേൻ, ഇതിന്റെ നടുവിലും ആമേൻ വിശുദ്ധിക്ക് വേണ്ടി, ആമേൻ നിത്യതയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ പാതാള ഗോപുരങ്ങൾക്കോ നിന്നെ തകർക്കുവാൻ കഴിയാത്ത പ്രൊട്ടക്ഷൻ, പരിചയായി, കോട്ടയായി, അത് വെളിച്ചമായി, സങ്കേതമായി, നഗരമായി അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പാതയ്ക്ക് ആമേൻ അതെ പ്രകാശമായി, കാലിന് ദീപമായി വെളിപ്പെടുന്ന ദൈവവചനം ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ, സ്നേഹിതരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പെ, നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയുടെ ആ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അത് ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ ശക്തി ഈ അന്ത്യകാലത്തും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. കാര്യങ്ങളോട് നമ്മൾ എന്തു പറയും? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളി, ഇതിനോട് ആമേൻ എങ്ങനെ നാം പ്രതികരിക്കും? നാം എന്തു പറയും? ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടിയാണെങ്കിൽ ആർക്കാണ് ആമേൻ നമുക്ക് എതിരായി പ്രവർത്തിക്കുവാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇമ്മാനുവേൽ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, ആർക്കാണ് നമുക്കെതിരെ പ്രവർത്തിക്കുവാൻ കഴിയുക? പ്രിയമുള്ളവരെ, നിന്റെ മുമ്പിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾക്ക് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. കാരണം ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അത് കഷ്ടമാണോ, ബുദ്ധിമുട്ടാണോ, പ്രയാസമാണോ, ദാരിദ്ര്യമാണോ, വെല്ലുവിളികളാണോ, നീ ഒറ്റയ്ക്കല്ല. എല്ലാ നാളും ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കൂടെയുള്ളിടത്തോളം കാലം ഈ പ്രതിസന്ധിക്കകത്ത് നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതെ, നാം എന്തു പറയേണ്ടു? എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികൾ, ഈ വെല്ലുവിളികൾ എന്തിനെന്ന് ഞാൻ ചോദിക്കത്തില്ല. നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാട്ടുകാരോ വീട്ടുകാരോ കൂടപ്പിറപ്പോ നിനക്ക് അനുകൂലമായതുകൊണ്ട് കാര്യമില്ല. ദൈവമൈതലേ, നിനക്ക് അനുകൂലമാകേണ്ടത് ആരാന്നറിയാമോ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഈ പിതാവായ ദൈവത്തെ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വെളിപ്പാട് കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് പുതിയ നിയമസഭയുടെ അംഗമായിരിക്കുന്ന ദൈവവൈതല് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, ഒരു ഞെരുക്കമുണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആശങ്കരാകേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കാര്യം നടക്കുമെന്ന് ഓർത്ത് നീ ചിന്തിച്ച് അതെ തകർന്നു പോകേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, കരുതുന്ന നല്ലൊരു ദൈവമുണ്ടെന്ന് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വയം സമർപ്പിക്കപ്പെട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയെങ്കിൽ ആ ഉയർത്ത യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ രക്ഷിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം പിതാവിന്റെ വലതുഭാഗെ അവൻ സ്ഥാപിച്ച സഭയിലെ ഒരംഗം പോലും തകർന്നു പോകാതിരിക്കുവാൻ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപുത്രൻ അതേ മടങ്ങി വരുവാൻ സമയമാനിതമായി കൊണ്ടിരിക്കുന്നു. അവൻ ഇരിക്കുന്നിടത്ത് ദൈവസഭയെ ചേർപ്പാൻ എത്രയും വേഗം മടങ്ങി വരുമെന്ന് പറഞ്ഞ് ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവവൈതൽ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം തന്റെ സ്വന്തം ജനത്തോടുള്ള
ബന്ധത്തിൽ ആമേൻ ആസൂത്രണം ചെയ്യുന്നതും അത് നിറവേറ്റുന്നതുമായ കാര്യങ്ങളിൽ നമ്മുടെ വാക്കുകളെല്ലാം വിശ്വാസത്തിന്റെയും സ്തുതിയുടെയും ഉറപ്പിന്റേതും ആമേൻ മാത്രമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഒരു വാക്ക് പോലും ഹല്ലേലൂയ ഇതിലേതെങ്കിലും ആമേൻ സത്യമാകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നത് ആകാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം എന്നോട് പറഞ്ഞ കാര്യമൊക്കെ നടക്കുമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകളെ കുറിച്ച് പറഞ്ഞത് നടക്കുമോ? എൻ്റെ മകനെ കുറിച്ച് പറഞ്ഞത് നടക്കുമോ? എൻ്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് നടക്കുമോ? എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് നടക്കുമോ? എൻ്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞത് നടക്കുമോ എന്ന് ആരും സംശയിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിന് അത് നീതിയായി കണക്കിട്ടു. ആമേൻ. ശരീരം ആമേൻ അതിനോട് പൊരുത്തപ്പെടുന്നില്ല. കേട്ട ദൂത് നിറവേറുവാൻ സാധ്യതയില്ലെന്ന് സ്വന്തം ശരീരത്തെ നോക്കി അതേ വിധി ആമേൻ തയ്യാറാക്കിയ സാര പറഞ്ഞു, അബ്രഹാമേ നീ കേട്ട വാഗ്ദത്തമൊക്കെ ശരിയാ, പക്ഷേ എന്റെ ശരീരം ചുക്കിച്ചുളങ്ങി, സ്ത്രീകൾക്കുള്ള മുറയൊക്കെ നിന്നുപോയി, ഇനി ആശിക്കേണ്ട കാര്യമില്ല. പക്ഷെ വചനം പറയുന്നത് ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റിയെന്ന്. ഇന്ന് രാത്രി പ്രായം വർദ്ധിക്കുന്നുവെങ്കിലും നീ കേട്ട വാഗ്ദത്തം നിവർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം ബോഷ്കു പറയുന്ന ഒരു ദൈവമല്ല എന്നെയും നിങ്ങളെയും തന്റെ പുത്രനിലൂടെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അത് തീർച്ചയായും ഹല്ലേലൂയ ആമേൻ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെയുണ്ട്. ആമേൻ. അവൻ നമ്മിലുണ്ട്. ഹല്ലേലൂയ. അകമയോ പുറമേയുള്ള ഒരു ശത്രുവിനും നമ്മെ കുറിച്ചുള്ള ആ ദൈവിക ഉദ്ദേശം നിഷ്ഫലമാക്കുവാൻ കഴിയുകയില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് ആത്മാവിൽ അത് തിരിച്ചറിഞ്ഞ് എന്നോട് ചേർന്ന് സ്തോത്രം പറയുവാൻ കഴിയും? ഹല്ലേലൂയ. അത് എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ആമേൻ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് രാത്രിയിൽ ചില പ്രശ്നങ്ങളിലൂടെ, ചില വെല്ലുവിളികളിലൂടെ, ചില പ്രതികൂലങ്ങളിലൂടെ, ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ഉയരത്തിൽ നിന്ന് കേട്ട ആ ശബ്ദത്തെ നീ ആമേൻ മുഖവിലക്കെടുത്ത് നാളിതുവരെ മുമ്പോട്ട് പോകുമ്പോ നീ കേട്ടതിന് ഓപ്പോസിറ്റായി നിന്റെ ജീവിതത്തിൽ പ്രതിയോഗിയായ പിശാച് ഉയർന്നു പൊങ്ങി അവന്റേതാകുന്ന ക്രമക്കേടുകളെ നിരത്തുമ്പോ നീ ആകുലപ്പെടേണ്ട കാര്യമില്ല, നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീട്ടുകാർ തുണ എന്നല്ല, നാട്ടുകാർ തുണ എന്നല്ല, ഭാര്യയുടെ അപ്പൻ തുണ എന്നല്ല, ഹല്ലേലൂയ, അളിയൻ തുണയാന്നല്ല, ഹല്ലേലൂയ, രാജ്യത്തെ ഭരിക്കുന്ന ഭരണ സാരഥി തുണയാണെന്നല്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹ പറയുകയാണ്, ഈ വെല്ലുവിളിയുടെ നടുവിലും ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ ഒടക്കടപ്പിന്റെ നടുവിലും ദർശനത്തെ മുറുകെ പിടിക്കുന്ന ആ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ചപ്പന്നും ചവറന്നും എണ്ണി വലിച്ചെറിഞ്ഞിട്ട് അവൻ കേട്ട ശബ്ദത്തിന് അത് കാതോർത്ത് അവൻ പിടിക്കാമോ എന്ന് വെച്ച് മുമ്പോട്ടോടുന്ന അഭിഷക്തൻ പറയുകയാണ്, ഈ പ്രശ്നത്തിന്റെ നടുവില് കർത്താവ് എനിക്ക് തുണയാ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് രാത്രി മുഖത്തോട് മുഖം നോക്കി പറയുവാൻ എത്ര പേർക്ക് കഴിയും? സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്തപ്പോൾ അവരുടെ മധ്യ അധിവസിച്ച നല്ല കർത്താവ്. ഇന്ന് രാത്രി പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തളർന്നു പോകാതിരിക്കുവാൻ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവവചനം ഒരുമിച്ച് പറയാം, കർത്താവ് എനിക്ക് തുണയാ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യോ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, ആമേൻ, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. ഈ ഉറപ്പത്ര പേർക്കുണ്ട്? ആമേൻ. ഈ വാഗ്ദത്തം തന്നവൻ, ഈ വചനം തന്നവൻ, ഈ ആത്മാവ് തന്നവൻ, ഹല്ലേലൂയ, ഈ പ്രത്യാശ തന്നവൻ, ഈ കാഴ്ചപ്പാട് തന്നവൻ, ഹല്ലേലൂയ. അതെ, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്.
പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയുകയില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5-ാം അധ്യായം അത് 20-ാം വാക്യം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ആമേൻ. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം അതെ ചെയ്യുന്നത് കണ്ടിട്ട് മനം മടുത്ത് അയ്യോ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്ത് നീ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് അധികം കൃപ നിന്റെ മേൽ പകർന്ന് നിന്നിലൂടെ ഒരു അന്ത്യകാല ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പ്ലാനുണ്ട്. അഭിഷേകത്തെ സഹോദര കൂടപ്പറപ്പേ, അതെ നീ അതേ കണ്ണ് അടച്ച് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്രമക്കേടാ. ഈ ക്രമക്കേടുള്ളിടത്ത് നിന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം മുഖത്തെ തകർക്കുന്നത്. അഭിപ്രായം പറയുന്നവർ, വിമർശിക്കുന്നവർ നോക്കി നിൽക്കേ. അത് കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രി പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഒരു കാര്യം മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ദൈവം ആമേൻ നമ്മുടെ പക്ഷത്താണെങ്കിൽ ആർക്കും ആമേൻ ആമേൻ അതെ നമുക്കെതിരെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്താലും അത് ഫലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒറ്റ കാര്യം, ദൈവം നമ്മുടെ കൂടെ വേണം. അത് ദുഷ്ടന്റെ കൂടെ, ഭാവിയുടെ കൂടെ, പരിഹാസിയുടെ കൂടെ ദൈവം ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിർമ്മല മനസാക്ഷി കുടമയായി ഈ ഭൂമിയിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനോട് കൂടെ എല്ലാ നാളും ഇരിക്കാമെന്ന് പറഞ്ഞ ആ കർത്താവ് ഇന്ന് രാത്രിയിലും ഉണ്ട് എന്ന് ആമേൻ രുചിച്ചറിയുവാൻ കൃപ ലഭിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹയുടെ ജീവിതം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ആമേൻ, ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് നല്ല പ്രചോദനമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ആമേൻ. അവനെ കല്ലെറിഞ്ഞു, അടിച്ചു, തടവിലാക്കി, അവൻ കപ്പൽ തകർത്തു. ആമേൻ. ദൈവമക്കളെ ആമേൻ ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാനേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാനേ. അക്കാലത്ത് കപ്പൽ പ്രമാണിയുടെ മകനായ പൗലോസ് എന്ന് പറയുന്ന, ശൗൽ എന്ന് പറയുന്ന പൗലോസ് ആമേൻ ദൈവസഭയ്ക്ക് ഉപദ്രവകാരിയായിരുന്ന സമയത്ത് അവനെ ദൈവം രൂപാന്തരപ്പെടുത്തി ദൈവസഭയ്ക്കകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനാക്കി മാറ്റിയപ്പോൾ അവൻ കടന്നുപോയ അനുഭവത്തെ കുറിച്ച് പറയുന്നത് ആമേൻ അതെ അവനെ കല്ലെറിഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ കല്ലുകുടിച്ച് കൂത്താടി മതോമഥനായി ഈ ലോകത്തിന്റെ സുഖലോലവതയിലൂടെ പോയി അനേകർക്ക് ആമേൻ നീ ഉപദ്രവകാരി ആയിരുന്നപ്പോ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നെന്ന്. നിന്റെ ഭാര്യയ്ക്കോ നിന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നെന്ന്. പക്ഷേ അതൊക്കെ തെറ്റാണ്, അതൊക്കെ പാപമാണ്, അതൊക്കെ നിത്യതയ്ക്ക് തടസ്സമാണെന്ന് തിരിച്ചറിയുന്ന സത്യവചനം, നിത്യ സുവിശേഷം നീ കേട്ട് നീ മാനസാന്തരപ്പെട്ട് ആമേൻ പാപത്തെ ഉപേക്ഷിച്ച് പാപിയെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത് ആമേൻ അന്ന് മുതൽ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ, നിന്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ നീ സുബോധമുള്ള മനുഷ്യനായി കഴിഞ്ഞപ്പോൾ നിനക്കെതിരെ ആമേൻ കല്ലെറിയാൻ ആദ്യം മുമ്പോട്ട് വന്നത് ആമേൻ നീ താലി കെട്ടിയ നിന്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ജീവിതത്തിൽ വിശ്വസിച്ച നിന്റെ കൂടപ്പിറപ്പ് ആമേൻ നിന്റെ ആമേൻ സ്വന്തമെന്ന് ആമേൻ നീ ചിന്തിച്ചവരാ ആദ്യം കല്ലെടുത്ത് നിനക്കെതിരെ നിൽക്കുന്നത് നീ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ യഹൂദനാണെന്ന് ആമേൻ അതെ യഹൂദനെതിരെ ആമേൻ അതെ ശബ്ദമുയർത്തുന്ന പറഞ്ഞ് ആമേൻ അവനെതിരെ കല്ലുമായി നിന്നത് മറ്റാരുമല്ല, അവന്റെ സ്വജാതിക്കാര് തന്നെയാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ഒറ്റ കാരണത്താൽ ദൈവ പൈതലേ, നിന്റെ കൂടെ പറഞ്ഞ നിന്റെ സഹോദരങ്ങൾ ആമേൻ നിന്റെ ജീവിത പങ്കാളി നിന്റെ പ്രിയപ്പെട്ടവർ നിനക്കെതിരെ അതെ കല്ലുകൊണ്ട് എറിയുന്നത് പോലെ വാക്കുകൾ കൊണ്ട് നിന്നെ എറിഞ്ഞ് ഒതുക്കാൻ നോക്കുന്നെങ്കിൽ അതെ ദൈവം നിന്റെ പക്ഷത്തുണ്ടെന്നുള്ള
തിരിച്ചറിവ് ഇന്ന് രാത്രി നീ പ്രാപിക്കുന്നുവെങ്കിൽ ആമേൻ ഒന്നും നിനക്ക് ഭവിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, അവര് കല്ലെറിയുക മാത്രമല്ല, അവരെന്നെ അടിച്ചു. ആമേൻ. അവനെന്നെ തടവിലാക്കി. ആമേൻ. അത് സഞ്ചരിച്ച കപ്പൽ തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: അവർ എബ്രയരോ ഞാനും അതെ, അവർ ഇസ്രായേലരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ. ഹല്ലേലൂയ. ആമേൻ. ഏത് ഗ്രൂപ്പിൽ പെട്ടവര് വന്ന് ആമേൻ അതെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹയെ ആമേൻ തകർക്കാൻ നോക്കുകയാണെങ്കിൽ അവൻ പറയുകയാണ്, അവർക്കുള്ള യോഗ്യതയെല്ലാം എനിക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തുവിന്റെ ശുശ്രൂഷകരോ ഞാനും ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ട് പലപ്പോഴും പ്രാണഭയത്തിലായി. ദൈവം ഇതിലെ കർത്താവിന് വേണ്ടി നീ സമർപ്പിക്കപ്പെടും തോറും നിനക്ക് പട്ടുമത്തയല്ല, നിനക്ക് പൂമാലയല്ല, നിനക്ക് പിന്നെ എന്തുവാ ആമേൻ ആമേൻ അതിനോട് ബന്ധപ്പെട്ടതൊന്നുമല്ല. ആമേൻ. നീ ചിന്തിക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമർപ്പണത്തിന്റെ സഹനത്തിന്റെ ആമേൻ പാതയാണ്. ആമേൻ. ഈ ക്രൂശ് എടുത്ത് അനുഗമിക്കാത്ത ഒരുത്തനും എന്റെ ശിക്ഷനായിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. നീ രക്ഷിക്കപ്പെട്ടു, നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിനെല്ലാം ദൈവം മറുപടി തന്ന് നിന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ നല്ല കർത്താവ് പറഞ്ഞത്. അവൻ ക്രിസ്ത്യാനിയായി നീ സമർപ്പിക്കപ്പെടുമ്പോ നിനക്ക് ഈ ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ധൈര്യപ്പെടുവിൻ, ഈ നഷ്ടത്തേക്ക് അകത്തുനിന്ന് ജയിച്ചവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കർത്താവിനെ അനുഗമിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹ തന്റെ ജീവിതത്തിലൂടെ പറയുകയാണ്, ആമേൻ, ഇതേ കഷ്ടത, ഇതേ ബുദ്ധിമുട്ട്, ഇതേ കയ്യേറ്റം അവനെ അനുഗമിച്ച ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവുമായിട്ടുള്ള ആ ദൃഢമായ സമർപ്പണത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. തങ്ങൾ ക്രിസ്തുവിന്റെ ദാസൻ ാണെന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസ് ഇതിനെ നിഷേധിച്ചു. ഹല്ലേലൂയ. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ആമേൻ. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം ആമേൻ 11-ാം അധ്യായം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13, 14, 15 വാക്യമാണ് ഞാൻ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹ പറയുകയാണ്, ആമേൻ, തങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണെന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. ആര്? ഒരു കൂട്ടം ആൾക്കാര് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വാദിക്കുകയാ. അപ്പൊ പൗലോസ് ഇതിനെ നിഷേധിച്ചു. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കുമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ എന്ത് ചെയ്യാ? പുകഴ്ത്തുന്നു. ആമേൻ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? ഹല്ലേലൂയ. അതിനാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ താൻ എന്ത് ചെയ്യല്ല? ആവർത്തിക്കുകയല്ല. ഈ ദുരുപദേഷ്ടക്കന്മാർ നിരത്തിയതിനേക്കാളും കൂടുതൽ തെളിവുകളോട് അടിസ്ഥാനത്തിൽ താൻ ക്രിസ്തുവിന്റെ ദാസനാണെന്ന് പൗലോസ് സമർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനെ ചോദ്യം ചെയ്ത പിശാച്, ആമേൻ, ദൈവം ആമേൻ തിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗലോസിനെ ചോദ്യം ചെയ്യുമ്പോൾ പൗലോസ് യഥാർത്ഥമായി ഒരു ദൈവത്തിന്റെ അഭിഷക്തനാണെന്ന് അവൻ സ്ഥാപിക്കുകയാണ്. ആമേൻ. അവൻ സമർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെളിവുകൾ 3 തരത്തിലായിരുന്നു. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിന് വേണ്ടിയുള്ള പൗലോസിന്റെ അധ്വാനത്തെ കുറിച്ച് ആമേൻ 23-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും 27-ാം വാക്യത്തിലും കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവിന് വേണ്ടിയുള്ള പൗലോസിന്റെ വലിയ കഷ്ടപ്പാടുകൾ, അതെ, 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 11-ന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ക്രിസ്തുവിന്റെ ജനത്തിനു വേണ്ടിയുള്ള
ആമേൻ അതെ ആ വലിയ കരുതലിനെ കുറിച്ച് 28, 29 വാക്യങ്ങളിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരെ കല്ലെറിയുന്നവരുണ്ടാകും, നിന്നെ അടിക്കുന്നവരുണ്ടാകും, നിന്നെ പുച്ഛിക്കുന്നവരുണ്ടാകും, ആമേൻ നിന്നെ ചോദ്യം ചെയ്യുന്നവരുണ്ടാകും. അവരുടെ നടുവിൽ ആമേൻ നീ കർത്താവിന് വേണ്ടി അതെ അധ്വാനിക്കുന്നത് വൃഥാവാകത്തില്ല, കർത്താവിന് വേണ്ടി ചെലവിടുന്നത് വൃഥാവാകത്തില്ല, ആമേൻ നീ നിന്നെ തന്നെ താഴ്ത്തുന്നത് വൃഥാവാകത്തില്ല. പൗലോസ്ലീഹ പറയുകയാണ് 23-ാം വാക്യത്തിൽ, അധികം അധ്വാനിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ അധികം പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ അധികം ആരാധിക്കുന്നുണ്ടോ? നീ അധികം അതെ സുവിശേഷം പറയുന്നുണ്ടോ? നീ അധികം ഉറക്കളയ്ക്കുന്നുണ്ടോ? നീ അധികം പാടുന്നുണ്ടോ? നീ അധികം പ്രസംഗിക്കുന്നുണ്ടോ? നീ അധികം ശുശ്രൂഷിക്കുന്നുണ്ടോ? ആമേൻ ഇതിനൊന്നും പ്രതിഫലം ലഭിക്കാതെ വരികയില്ല. റോമാലേഖനം 15:19 അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തനിക്കെതിരെ കല്ലുകളുമായി നിൽക്കുന്നവരെ കണ്ട് അവൻ ആമേൻ ക്ഷീണിച്ചു പോയില്ലെന്ന്, അവനെ അടിച്ച് അവനെ വശക്കേടാക്കാൻ നോക്കിയവരുടെ മുമ്പിൽ അവൻ ഈ പ്രേക്ഷിത പ്രവർത്തനം വേണ്ട എന്ന് വെച്ചില്ലെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്. പ്രതികൂലങ്ങൾ രൂക്ഷമാകും തോറും ഞാൻ അധികം അധ്വാനിച്ചു. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം എന്ത് ചെയ്തു? പൂരിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4:12 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, സഹാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്കു പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ഭൂമിയിൽ ആ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ച അപ്പോസ്തലനായ പൗലോസ്ലീഹയെ പോലെ ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷിയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8 മണിക്ക് തുടങ്ങി 9:30 അവസാനിപ്പിക്കാം എന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു ഈ ദിവസങ്ങളിൽ. എന്നാൽ ആമേൻ ഇന്ന് പകൽ ആമേൻ അത് ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വെളിയിൽ പോയി മടങ്ങി വരാൻ അത് ശക്തമായ മഴ കാരണം എനിക്കും കുടുംബത്തിനും വീട്ടിലെത്തുവാൻ അല്പം വൈകി. അതുകൊണ്ട് ഇന്ന് ലൈവ് അല്പം താമസിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം തന്ന മെസ്സേജ് ആമേൻ ഞാൻ പറഞ്ഞു ഇരിക്കുന്നത് വരെ ആമേൻ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും അധ്വാനിക്കുന്ന വർഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ദൈവമക്കളെ, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ദുഷ്ടാത്മസേനകളോട്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയ്ക്ക് പോരാടിക്കൊണ്ട് അധ്വാനിക്കേണ്ടി വന്നെങ്കിൽ എങ്ങനെയാ പോരാടിയത്? അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. കഴിക്കുന്ന ആഹാരത്തിന്റെ വലിപ്പം കൊണ്ടാകരുത്, പഠിച്ച ഡിഗ്രിയുടെ വലിപ്പം കൊണ്ടാകരുത്, സമ്പാദിച്ച പണത്തിന്റെ മൂല്യം കൊണ്ടാകരുത്, ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടത്രേ ഇന്ന് രാത്രി ആമേൻ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പൗലോസ് ആദ്യം പറയുന്ന കാര്യം. ആമേൻ. ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുന്ന ആരുടെയും യഥാർത്ഥ പരിശോധന ഹല്ലേലൂയ സംസാരിക്കുന്നതിലല്ല. പ്രൈസ് ദി ലോർഡ്. അത് പ്രവർത്തനത്തിലാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം അളക്കുന്നതിനുള്ള ഒരു മാർഗം ആമേൻ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ എത്രത്തോളം സന്നദ്ധനാണെന്ന് ആമേൻ അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കടന്നു വരുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ അവൻ എപ്രകാരം സമർപ്പിക്കപ്പെടുന്നു എന്നതിലാ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് പൗലോസ് പറയുന്നത് തടവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പൗലോസ് 7 പ്രാവശ്യം തടവിൽ കഴിഞ്ഞു എന്ന് തിരുവചനത്തിൽ
ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത് താൻ പറയുന്നത് പ്രാണഭയത്തെ കുറിച്ചാണ്. ആമേൻ. 1-ാം അധ്യായം 8-9 വാക്യത്തിൽ ഇന്ന് രാത്രിയിലോ പ്രാണഭയം ഭീതി ഉളവായി കഴിയുന്ന ആരൊക്കെയോ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നതായി ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അവരെന്നെ തകർക്കുമോ, എന്റെ കുടുംബം തകർക്കുമോ, എന്റെ ജീവിതം തകർക്കുമോ, എന്റെ ജീവിതം നശിപ്പിക്കുമോ? പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, ആമേൻ. ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇന്ന് രാത്രിയിലും അപ്രകാരം ചിന്തിക്കുന്നവരുണ്ട്, അപ്രകാരം ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിലും ആരൊക്കെയോ നിർണയിക്കുക. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. അതെ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ആമേൻ, 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഹല്ലേലൂയ. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ദൈവമക്കളെ, ആമേൻ, കർത്താവ് കഴിഞ്ഞാൽ ശക്തമായി ദൈവസഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ ആമേൻ തനിക്ക് കഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. എന്നാൽ കഷ്ടത്തിനകത്ത് അകപ്പെട്ടപ്പോൾ തകർന്നു പോകുവാൻ പിതാവ് സമ്മതിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ആമേൻ, സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഉയർച്ച പ്രാപിച്ചവൻ പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ക്രിസ്തുവിനെ അനുഗമിച്ച അഭിഷക്തൻ പറയുന്നു, സഹോദരന്മാരെ, ആസയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്തോ ഒരു കഷ്ടമല്ലേ, എവിടെ പോയി കൈവച്ചാലും എന്തു ചെയ്താലും ആമേൻ എല്ലായിടത്തും പ്രശ്നമാ, എല്ലായിടത്തും വല്ലാത്ത പറഞ്ഞ് അതെ അറിയിക്കാൻ പറ്റാത്ത നിലയിലുള്ള പ്രശ്നമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, നാട്ടിൽ പ്രശ്നം, ആമേൻ, അതെ, കൂട്ടിൽ പ്രശ്നം, ഹല്ലേലൂയ, ആമേൻ, സാമ്പത്തിക പ്രശ്നം, ആമേൻ, ശാരീരിക പ്രശ്നം, ആത്മീയ പ്രശ്നം, ആമേൻ, പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ്. ആമേൻ. ഓണമൊക്കെ അടുത്തില്ലേ? ആമേൻ. അങ്ങാടിക്ക് പോകുമ്പോൾ കുറിപ്പ് എഴുതുന്നത് പോലെ ഒരു പേപ്പർ എടുത്ത് ആ കഷ്ടത്തിന്റെ ലിസ്റ്റ് അങ്ങോട്ട് എഴുതിയ, എന്റെ ദൈവമേ, ഈ കഷ്ടത്തിനകത്തൊക്കെ എങ്ങനെയാ ഞാൻ നിന്നതെന്ന് ചിന്തിച്ചാൽ, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ ആരെയും സ്തുതി പാടിടാ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. അവേ നിന്നതല്ല, അതേ ദൈവം ചേർന്ന് പാടിയാൽ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ഗ്ലോറി, ദൈവമെല്ലാം തന്നതല്ലേ, ഓ നിന്നതല്ല. ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധികളുള്ള, ഈ വെല്ലുവിളികളുള്ള ഈ ഭൂമിയിൽ അവൻ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഉയരത്തിലെ കൃപ നിന്റെ മേൽ പകർന്ന, നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഓ മൗനമായിരിക്കാതെ ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ് പാടാൻ നിനക്ക് കഴിയുമോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹല്ലേലൂയ. വായിച്ചാട്ട്. ആമേൻ. 1-ാം അധ്യായം 10-ാം വാക്യം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:10. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്തു.
അവൻ മേലാലും വിടുവിക്കും. കരമടിച്ച് വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ആമേൻ യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു. സ്വത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക ആമേൻ. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യത്തിലൂടെ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അയ്യോ, കൃപയുണ്ട്, അഭിഷേകമുണ്ട്, പ്രാർത്ഥിച്ച സൗഖ്യമാകുന്നുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. നല്ലതാ കേട്ടോ. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം, സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ആമേൻ. ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ നീ ജയം അത് ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുമ്പോൾ സാത്താൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്. അതുകൊണ്ട് നാം അവന്റെ തന്ത്രങ്ങൾ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുന്നു, എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ കടന്ന് 4 പേർ അറിയത്തക്ക വിധത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം പറയാനുള്ള വാതിൽ തുറന്നു കിട്ടിയപ്പോൾ പ്രൈസ് ദി ലോർഡ് യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു. 4 20. അപ്പൊ 200 അടിക്ക് ഏതാനും ചില അടിയുടെ കുറവ്. പ്രൈസ് ദി ലോർഡ്. നീ എത്ര അടി കൊണ്ടു? ഒരടി കിട്ടിയപ്പോഴേ അയ്യോ പരിപാടി നിർത്തി. പ്രൈസ് ദി ലോർഡ്. അല്ല, അടുത്ത 2 അടി കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ ഈ പരിപാടിയേ വേണ്ടെന്നായി. ഹല്ലേലൂയ. പൗലോസ് ലീഗ പറയുകയാണ്, ഈ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ചപ്പന്ന് ചവറന്ന് എണ്ണി ആമേൻ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഓടി ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. അവിടെ എനിക്ക് സ്റ്റേജ് ഒരുങ്ങിയിരിക്കുക, അവിടെ എനിക്ക് പൂമാലയുമായിട്ട് നിൽക്കുക. പക്ഷേ കിട്ടിയതിനെ കുറിച്ച് പറയുന്നു, ഈ വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ കിട്ടിയത് യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് പറയുന്നത് ആമേൻ 11-24 വാക്യത്തിൽ ചാട്ടവാറ് കൊണ്ട് 40 അടി എന്നതായിരുന്നു ന്യായപ്രമാണം അനുവദിച്ചിരുന്ന ഏറ്റവും വലിയ ശിക്ഷ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഗയുടെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ആമേൻ വ്യതകൾ എന്താണെന്ന് അറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം. ഇതാ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നു എങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. 40 അടി അടിപ്പിക്കാം. ആമേൻ. അതിൽ കവിയരുത്. കവിഞ്ഞാൽ അടിപ്പിച്ചാൽ ആമേൻ, കവിഞ്ഞടിപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്ദിതനായി തീർന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഗയ്ക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടിയപ്പോൾ അവനെ അടിച്ചത് ആരെന്നറിയാമോ? പ്രമാണം അറിയുന്ന നല്ല നമ്പർ 1 ആമേൻ പുരോഹിതന്മാരൊക്കെ ആണെന്നും പറഞ്ഞിരിക്കുന്നവന്മാരാ. ഹല്ലേലൂയ. എന്ന കാര്യം ആമേൻ ഈ പ്രമാണം അവർക്ക് അറിയാവുന്നേ. ഹല്ലേലൂയ. ആമേൻ. ആവർത്തന പുസ്തകം 25-ന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ പുറം 1-35-39 അടി എന്ത് ചെയ്തത്? ഇവന്മാർ അടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുതെന്ന് വചനം പറയുമ്പോൾ ശുശ്രൂഷയുള്ള ദൈവവൈദ്യ
ദൈവപൈതലെ, അഭിഷക്തനെ, നിന്നെ അത് അടിക്കുന്നതും നിന്നെ ഒതുക്കുന്നതും ആരാ? പ്രൈസ് ദി ലോർഡ്. ഈ പ്രമാണം അറിയാമെന്ന് പറയുന്ന പുരോഹിതനാ. ഒന്നും കൂടെ ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായവരോട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ പറഞ്ഞു, അന്ധകാരത്തിൽ കിടന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ആമേൻ, അതെ ആമേൻ, അതെ ആ വിളിയുണ്ടല്ലോ, ആമേൻ, വലിയ വിളിയാ. ആമേൻ, അതെ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാ, വിശുദ്ധ വംശമാ, സ്വന്തം ജനമാ. ഹല്ലേലൂയ. അപ്പൊ ഈ പുരോഹിത വർഗത്തിൽപ്പെട്ടവരല്ലേ ഇന്ന് നിനക്കെതിരെ ആമേൻ എന്ത് ചെയ്യുന്നത്? ശബ്ദമുയർത്തുന്നത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒക്കെ പോയി മുങ്ങി പൊങ്ങി അറ്റോ മുറിയൊക്കെ പഠിച്ചവരല്ലേ നിനക്കെതിരെ ശബ്ദമുയർത്തി നിന്നെ ഒതുക്കാൻ നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതൊന്നും ആമേൻ അറിയാത്തവരായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. ഇതാണ് ആമേൻ ദാവീദ് പറഞ്ഞത്. ആമേൻ, എനിക്കെതിരെ അത് ശബ്ദമുയർത്തുന്നവർ ഹല്ലേലൂയ ആരാ? എന്റെ സ്വന്തം എന്ന് ഞാൻ അത് കരുതുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ആമേൻ ഈ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചത് ഇതേ വചനത്തിൽ നിൽക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സാധാരണയായി യഹൂദന്മാർ 39 അടി മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. കാരണം 40 അടി തെറ്റായ 41 എങ്ങാനും എണ്ണപ്പെട്ടാൽ അത് ന്യായപ്രമാണ ലംഘനമായി മാറും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അടി വളരെ വേദനാജനകമായിരുന്നു. അമ്മേ, ചിലപ്പോൾ ഈ അടി കൊണ്ട് ചിലർ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം അളക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി അവൻ എത്രമാത്രം കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചാണ്. മനസ്സിലായവർ മാത്രം ഒരു സ്വത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3 വട്ടം കോണിലാൻ അടി കൊണ്ടു. ആമേൻ. ചാട്ടവാറ് കൊണ്ട് മാത്രമല്ല കേട്ടോ. ഹല്ലേലൂയ. ചാട്ടവാറ് കൊണ്ട് അടിച്ചതിന്റെ ആമേൻ അത് കണക്ക് പറയുന്നുണ്ട്. ചാട്ടവാറ് കൊണ്ട് 40 അടി ഹല്ലേലൂയ എന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഇവിടെ ആമേൻ നോക്കണമേ, ആമേൻ കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു. ആമേൻ 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ആമേൻ. 25-ാം വാക്യത്തിൽ കല്ലേറിനെ കുറിച്ച് പറയുന്നു. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ കൈവശമാക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. ആമേൻ. അപ്പൊ നിനക്കെതിരെ ചിലരെ കൈവശത്താക്കി വിറ്റ് അവരൊന്നിച്ചുകൂടി നിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി ഹല്ലേലൂയ പുരുഷാരത്തെ വശത്താക്കി. അപ്പൊ ചിലരെയൊക്കെ നിനക്കെതിരെ വശത്താക്കി എന്ത് ചെയ്യും? കല്ലെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കേ, നീ തീർന്നു എന്ന് വിചാരിച്ച് അവന്മാരെല്ലാം കൂടെ കൂടി ഒരു മൂല കൊണ്ട് ഒതുക്കിയെന്ന. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ടും തീർന്നില്ല. പൗലോസ് പറയുകയാണ് കപ്പൽ ഛേദം. പ്രൈസ് ദി ലോർഡ്. ഒരു കപ്പൽ ഛേദമേ മാത്രമേ തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 27 മുതൽ 44 വരെയുള്ള വേദഭാഗമാണ്. ഇത് മുഴുവൻ വായിച്ചാൽ ഇന്ന് രാത്രി ഉദ്ദേശിച്ച സമയത്തൊന്നും നിർത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ ആദ്രിയക്കടലിൽ അലയുന്ന നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. കൂടെയുള്ളവർക്കൊക്കെ പലതും തോന്നും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഭാര്യയ്ക്ക് ചിലത് തോന്നും. അങ്ങനെ അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് തോന്നി, ആമീൻ, വാഗ്ദത്തമൊന്നും എന്നെ നിറവേറത്തില്ല, അതുകൊണ്ട് പൊന്ന യജമാനനെ ആമീൻ നല്ല പ്രായത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ആമീൻ അതെ വേറെ വഴി വല്ലതും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ഹാഗറിന്റെ അടുത്ത് പോയി സംബന്ധം കൂടി ഇസ്മായേൽ ഉണ്ടായെന്ന്. അത് കുടുംബത്തിനകത്ത് ചില അസ്വസ്ഥതയൊക്കെ ആയെന്ന്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, അഭിഷേകമുള്ള ദൈവ പൈതലേ, നിന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവര് ചില തോന്നലൊക്കെ പറഞ്ഞ് പലയിടത്തൂടെ കറക്കി കൊണ്ടുപോയി നിന്നോട് കേട്ട വാഗ്ദത്തം നിറവേറുവാൻ കഴിയാത്ത നിലയിൽ നിന്നെ ഒതുക്കാൻ
പിശാച് തന്ത്രം മെനയുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഈയമിട്ട് 20 മാറെന്ന് കണ്ട് കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ട് 15 മാറ്റെന്ന് കണ്ടു. ഇങ്ങനെ പലതും ചെയ്തു നോക്കി. അങ്ങനെ ചെയ്തു നോക്കിയാൽ നേരെയാകും, ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നേരെയാകും. അങ്ങനെ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അവിടെയും പൂട്ടി ഇവിടെയും പൂട്ടി. ആമേൻ, കുഴപ്പമൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ആമേൻ നിന്റെ ബുദ്ധി കൊണ്ട് നീ ചെയ്യുന്നതൊക്കെ ഇന്ന് രാത്രി അവസാനിപ്പിച്ചിട്ട് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ആമേൻ, അവൻ ഇത്ര വലിയ കറ്റത്തിനകത്ത് നിന്ന് വിടുവിച്ചു, ഇനിയും വിടുവിക്കും, മേലാലും വിടുവിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്ത് നിന്നും 4 നങ്കൂരമിട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ചിലതൊക്കെ ചെയ്തിട്ട് ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ദൈവ പൈതലേ ഈ കൂട്ടത്തിനകത്ത്? ആമേൻ, ചിലരെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആമേൻ അതെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ചു. അണിയത്ത് നിന്ന് ആമേൻ നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപതിയോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയറ് അറുത്തു, അത് വീഴ്ചു കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14ാം ദിവസമാകുന്നുവല്ലോ. ചിലരങ്ങനെയാ, ഇങ്ങനെ ഈ പട്ടിണി കിടന്നാൽ ചിലപ്പം ആമേൻ പ്രശ്നമൊക്കെ തീരുന്ന് ഓർത്തിട്ട് ആമേൻ ഇങ്ങനെ പട്ടിണി എന്ത് ചെയ്യുക, തച്ചിന് കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് 14ാം ദിവസമാകുന്നല്ലോ, അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത് നിങ്ങളെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആ ഉറപ്പുള്ളവർക്കായി, ആ ദൈവശബ്ദം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക, ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ഇന്ന് രാത്രി തിരുവചനം പഠിച്ച് ബലം പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആളുണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞു. കപ്പലിന്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർ അറിഞ്ഞില്ല. എങ്കിലും കരയുള്ളൊരു ആമേൻ തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. ആമേൻ. നങ്കൂരം അറുത്തു, കടലിൽ വിട്ടു, ചാക്കിന്റെ കെട്ടും അഴിച്ചു, പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്തു കരയ്ക്ക് നേരെ ഓടി. ആമേൻ കടൽ കൂടിയ ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അടിഞ്ഞു. ആമേൻ. അടിഞ്ഞും അണിയും ഉറച്ചു ഇളക്കമില്ലാതെയായി. അമരം തീരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. ആമേൻ. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണം എന്ന് പടയാളികൾ ആലോചിച്ചു. സ്തോത്രം. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരോട് താല്പര്യം തടുത്തു. ആമേൻ. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ഇന്ന് രാത്രി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാ. നിനക്ക് രക്ഷ പ്രാപിപ്പാൻ ഈ ഒരു നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആമേൻ, ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പൗലോസ് അനുഭവിച്ച പല പീഡനങ്ങളും ഉപദ്രവങ്ങളും ആമേൻ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ചിലതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 26ാം വാക്യത്തിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ഹല്ലേലൂയ. നോക്ക്, ആപത്ത് ആപത്ത് നമ്മൾ ചൊല്ലാറില്ലേ? ആമേൻ ആമേൻ. അതെ, ആപത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആകാത്ത കാലം വരുമ്പോ കാപത്ത് തിന്ന അല്ലേ എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. ഈ
ആപത്തിന്റെ ലിസ്റ്റുകൾ മാത്രമാ. എങ്ങനെയുള്ള ആപത്ത്? ആമേൻ, നദികളാലുള്ള ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്ന കഷ്ടതകളിലൂടെ ക്രിസ്തുവിനോടുള്ള തന്റെ സ്നേഹം അളക്കുവാൻ കഴിയും. ആമേൻ. കൊരിന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ദുരുപദേഷ്ടാക്കന്മാർ ഒരിടത്തിരുന്ന് ന്യായം പ്രസംഗിച്ചതല്ലാതെ ക്രിസ്തുവിന് വേണ്ടി ഒരു കഷ്ടതയും അനുഭവിച്ചിരുന്നില്ല. ആമേൻ. ക്രിസ്തുവിനായി എന്ത് അപകടങ്ങൾ നേരിടാനാണ് അവർ തയ്യാറായത് എന്നാ പൗലോസ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, ഇതൊക്കെ പൗലോസിന്റെ കൂടപ്പുറപ്പ് പോലെ പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി അത് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചപ്പോൾ അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ആമേൻ. പട്ടിണി സഹിക്കുവോ? ഹല്ലേലൂയ. ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ പിറുപിറുക്കല്ലേ? ദൈവമക്കളെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അന്നുള്ളത് പ്രൈസ് ദി ലോർഡ്. ആമേൻ. അഹങ്കരിക്കാതിരിക്കുവാൻ, മോഷ്ടിക്കാതിരിക്കുവാൻ, ന്യായമായി ചോദിച്ചതിന് അധികം കൊടുത്ത ദൈവം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഉറക്കളപ്പ്. ഹല്ലേലൂയ. പലപ്പോഴും ഒന്ന് ഉറങ്ങുവാൻ യോഗ്യമായ സമയം പൗലോസിന് ലഭിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. എൻ്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണെന്ന് ദൈവത്തിനല്ലാതെ എൻ്റെ ഭാര്യ പോലും അറിയരുതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ ബാങ്ക് ബാലൻസ് സീറോ ബാലൻസ് ആണെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ ചിലപ്പം ചിന്തിക്കും, ഇങ്ങേരുടെ കൂടെ ഇരുന്നാൽ ചിലപ്പം ഇനി അടുത്ത ദിവസം കഞ്ഞി കിട്ടാൻ സാധ്യതയില്ല. കാരണം ലോക്ക്ഡൌൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്കിൽ ഉണ്ടെങ്കിലല്ലേ വലിച്ചിട്ട് വല്ലതും കഴിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. പ്രത്യേകിച്ച് ഇങ്ങേർക്ക് മറ്റ് വരുമാനമൊന്നും ഇല്ല. ഈ ലോക്ക്ഡൌണിൽ സഞ്ചരിച്ച് സുവിശേഷം ഒന്നും പറയാൻ ഒക്കത്തില്ല. പിന്നെ ഒരു ലോക്കൽ സഭയില്ല, പിന്നെ ഒരു സെന്റർ ഇല്ല, പിന്നെ ഒരു പ്രസ്ഥാനമില്ല. അപ്പോ എന്റെ കൂടെ കഴിയുന്ന എന്റെ ഭാര്യ, എന്റെ മക്കളും ബാങ്കിലെ ബാലൻസിന്റെ ബാക്കി എത്ര ഉണ്ട്, നീക്കിയിരിപ്പുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ പിശാച് അവരുടെ അകത്ത് കയറി ചിലതൊക്കെ ചിന്തിപ്പിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ മാക്സിമം അവരറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ടിലേക്ക് എന്നെ അധികം സ്നേഹിക്കുന്ന, ഞാൻ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, വിസ്താരഭയത്താൽ പേര് പറയുന്നില്ല, ആവശ്യപ്പെടാതെ ഒരു എമൗണ്ട് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എമൗണ്ട് അതെ എവിടെയോ ബാറായി പോയി. അയച്ച വ്യക്തിക്ക് ഡെബിറ്റ് ആയെന്നുള്ള മെസ്സേജ് പോയി. പക്ഷേ എന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അയച്ച വ്യക്തിയും സ്വീകരിക്കേണ്ട സ്വീകർത്താവായ ഞാനും ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോ എന്റെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോ ബാലൻസ് എത്രയാണെന്നുള്ളത് ഞാൻ അറിയരുതെന്ന് വിചാരിച്ചവർ അറിയേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ആര് എന്ത് വിചാരിച്ചാലും നമ്മളെ കുറിച്ച് ദൈവം എന്ത് വിചാരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ഭാര്യ എന്ത് ചിന്തിക്കുന്നത് എനിക്ക് വിഷയമല്ല, എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാ. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്. പലപ്പോഴും ഒന്ന് ഉറങ്ങുവാൻ യോഗ്യനായ സമയം പൗലോസിന് ലഭിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ വേലയെക്കുറിച്ചുള്ള ആകാംക്ഷയും താൻ അനുഭവിച്ച സമ്മർദ്ദവും ഉറങ്ങാൻ അനുവദിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഒരു രാത്രിയെങ്കിലും ഉറങ്ങുവാൻ കഴിയാതിരുന്നവർ അതെ അവനെ വിമർശിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്താ അർത്ഥം അല്ലേ? പ്രൈസ് ദി ലോർഡ്. പൈതാഹം. എന്താ പൈതാഹം? നഗ്നത. കേവലം ഒരു വാദത്തിന് വേണ്ടിയല്ല പൗലോസ് ഇവിടെ മുതിരുന്നത്. പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യവും
35 മുതൽ 37 വരെ എഴുതി ആമേൻ ആത്മാവിൽ ദൈവസഭയ്ക്ക് കൈമാറിയത്. ഇതിന്റെ പിന്നാലെ അല്പമൊന്ന് തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. തന്റെ അനുഭവത്തിൽ താൻ തെളിയിച്ചതാണ്, താൻ ചെയ്ത ശുശ്രൂഷയിലൂടെയും അനുഭവിച്ച കഷ്ടതകളിലൂടെയും അപ്പോസ്തലിക ശുശ്രൂഷ ആമേൻ തെളിയിച്ചു. ഹല്ലേലൂയ. ആമേൻ താൻ വ്യക്തികളോടും സഭകളോടും സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിൽ വേണമെങ്കിൽ തനിക്ക് ജീവിതം കൂടുതൽ സുഖകരവും ആമേൻ സാമ്പത്തികമായ ഭദ്രതയും ആക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അത്രമാത്രം സ്വാധീനമുള്ള ഒരാളായിരുന്നു. ഒരുപാട് സഭകൾ 1-2 മിഷണറി യാത്രയിൽ ആമേൻ സ്ഥാപിച്ചവനായിരുന്നു. ആ സഭയിലുള്ള ആമേൻ ദൈവമക്കളോട് ആമേൻ 1 രൂപ വെച്ച് ആമേൻ ചോദിച്ചിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവൻ കോടികളുടെ ആസ്തി ഉള്ളവനായി മാറുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കോടികൾ ആസ്തിയുള്ള ഒരു അപ്പന്റെ മകനായി ജനിച്ചിട്ട് ഈ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോ അതെല്ലാം ചവർന്നും ആമേൻ അത് വലിച്ചെറിഞ്ഞിട്ട് പിടിക്കാമോ എന്ന് വെച്ച് ആ പരമവിളിയിലേക്ക് ലാക്കിലേക്ക് ഓടുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഈ ഉറക്കളപ്പും ഈ അടിയും ദുഷിയും പഴിയും എല്ലാം അനുഭവിച്ച് മുമ്പോട്ട് പോയത് ദൈവസഭയുടെ സ്ഥാപനത്തിന് വേണ്ടി ആ സുവിശേഷത്തിന്റെ വാക്യ പത്രം പൂരിപ്പിക്കാനായിരുന്നു ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ആമേൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളായിട്ട് ആമേൻ എന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് ഞാൻ ആവശ്യപ്പെടുക, നിങ്ങൾ അധികം ഒന്നും തരണ്ട, നിങ്ങൾ 1 രൂപ വെച്ച് ആമേൻ ഏതാണ്ട് 2 ഫേസ്ബുക്കിലൂടെ ആമേൻ ഏതാണ്ട് 6,000-7,000 പേരോളം ആമേൻ എന്റെ ഫ്രണ്ടായിട്ട് എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ഫ്രണ്ടുകളോടെല്ലാം ആമേൻ 1 രൂപ വെച്ച്, 1 രൂപയ്ക്ക് എന്തോ മൂല്യമുണ്ട്, ആമേൻ നിങ്ങൾ 1 രൂപ തന്നാ മതി എന്നേ. ആമേൻ അപ്പം 6,000 എപ്പോ ആളുകൾ 1 രൂപ വെച്ച് എനിക്ക് തന്നാൽ എത്രയായി? ഹല്ലേലൂയ ദൈവമക്കളെ. ആമേൻ. അപ്പൊ അത് 2 ആയാലോ, അത് 10 ആയാലോ, അത് 100 ആയാലോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ലോക്കൽ സഭയുണ്ടാക്കി ആ ലോക്കൽ സഭയില് ആയിരക്കണക്കിന് ആളുകൾ കൂടി അതിന്റെ ബ്രാഞ്ച് ചർച്ചുകൾ ഉണ്ടാക്കി അങ്ങനെ ലോകത്തിൽ ഇങ്ങനെ കടല് പോലെ കിടക്കുന്ന ഈ ഭൂമുഖത്തില് എവിടെയെല്ലാം എനിക്ക് സ്വാധീനമുള്ള ആളുകളുണ്ടോ അവരോടെല്ലാം എന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപയോ 2 രൂപയോ 3 രൂപയോ 4 രൂപയോ അയക്കണം, എനിക്ക് ഇവിടെ ആമേൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആമേൻ ഈ 6,000-7,000 പേരില് 1,000 പേരെങ്കിലും കനിഞ്ഞ് എനിക്ക് അയച്ചാൽ ഞാൻ ആരാകും? കോടികൾ മൂല്യമുള്ള ഒരു വ്യക്തിയായി മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ് ആമേൻ വേണമെങ്കിൽ തനിക്ക് ജീവിതം കൂടുതൽ സുഖകരവും സാമ്പത്തികമായ ഭദ്രവും ആക്കാമായിരുന്നു. ലഭ്യമായ ഏറ്റവും മികച്ച താമസ സൗകര്യങ്ങൾ, ആമേൻ വസ്ത്രങ്ങൾ, ഭക്ഷണം എന്നിവയ്ക്കായി അദ്ദേഹം പണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോകാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിലും തന്റെ വരവിനായി കാര്യങ്ങൾ നന്നായി ക്രമീകരിച്ച സ്ഥലങ്ങളിലും മാത്രമാണ് അദ്ദേഹം പോയതെങ്കിൽ തനിക്ക് ജീവിതം കൂടുതൽ സുഖകരമാക്കാമായിരുന്നു. എന്നാൽ അതിലൊന്നും പൗലോസിന് താല്പര്യമില്ലായിരുന്നു. ആമേൻ. അതേ പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ സാധ്യമില്ലാത്തടത്തും എല്ലായിടത്തുമുള്ള പരമാവധി ആളുകളോട് സുവിശേഷം പ്രസംഗിക്കണം എന്നതായിരുന്നു തന്റെ ആഗ്രഹം. ദൈവമക്കളെ, എന്റെ ആഗ്രഹം ഇത് മാത്രമാണ്. ആമേൻ. സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ പ്രൈവറ്റ് ആയിട്ട് ആമേൻ ലോക്കിടാതെ പബ്ലിക്കായിട്ട് സത്യ സുവിശേഷം ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം കലർപ്പില്ലാതെ വിളിച്ചു പറയുമ്പോൾ ഈ കൂട്ടായ്മയോട് കൈത്താങ്ങലായി നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ വിളിച്ചു പറയുന്ന തിരുവചന സത്യങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ആമേൻ അത് പ്രാർത്ഥിക്കുകയും ആമേൻ അത് ഇതിന്റെ മറ്റ് ക്രമീകരണങ്ങൾക്കായി ആമേൻ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ഏകദേശം 2 വർഷത്തിൽ അധികമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഡാറ്റ എല്ലാ ദിവസവും ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് വർക്ക് ആവണം. ആമേൻ. ദൈവം എന്നോട് പറഞ്ഞു, മോനെ നീ ഈ കാര്യം ചെയ്യണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്തു ചെയ്യും? പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നല്ലൊരു മൊബൈൽ ഉണ്ടായിരുന്നില്ല ദൈവമക്കളെ. എന്നാൽ ഉള്ള മൊബൈലിൽ ചെയ്യാൻ തുടങ്ങി. ആമേൻ.
ആമേൻ ആരോടും റിക്വസ്റ്റ് ചെയ്തില്ല, പ്രൈസ് ദി ലോർഡ്, ആരോടും ആവശ്യപ്പെട്ടില്ല. ആമേൻ സ്വർഗത്തിലെ ദൈവം തന്ന ആ കാഴ്ചപ്പാടോടെ ചെയ്തു തുടങ്ങി. ആമേൻ സമയമായപ്പോൾ ആമേൻ അതെ ഞെരുക്കത്തിലിരുന്ന് നിലവിളിച്ച ഭക്തന്റെ നിലവിളി കേട്ട് വിശാലത വരുത്തിയ ദൈവം. ആമേൻ ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തരെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിന് വെളിപ്പെടുത്തിയ ദൈവം എന്ന് ദൈവമക്കളെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ലൈവ് ചെയ്യുവാൻ ഇടയായി തീർന്നിരിക്കുന്നത് എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, എന്റെ ബാങ്ക് ബാലൻസ് അല്ല. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുവാൻ വിശ്വസ്തനെന്ന് എണ്ണി നിർത്തിയ ദൈവം ഇത് മുടങ്ങാതെ ചെയ്യുവാൻ. ആമേൻ. ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ചവൻ, ഏലിയാവിന് വേണ്ടി അതേ സാരഫാത്തിലെ വിധവയെ ഒരുക്കിയവൻ, ഏലിയാവ് ക്ഷീണിച്ചിരുന്ന മതി എന്ന് പറഞ്ഞ് ഒതുങ്ങിത്തീരുവാൻ ദുഷ്ടപിശാച് പ്രബലപ്പെട്ടപ്പോ ദൂതനെ ഇറക്കിയ ദൈവം. ഹല്ലേലൂയ. ചില ഘട്ടങ്ങളിലായി അത് നടത്തി. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും പ്രൈസ് ദി ലോർഡ് ആമേൻ ഈ കൂട്ടായ്മയിൽ അത് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹദീനം പ്രയർ ഫാമിലി എന്ന് പേരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിത്യ സ്നേഹം കൊണ്ട് അത് സ്നേഹിച്ച സ്നേഹവാനായ ദൈവത്തിന്റെ മക്കൾ കൂടുന്ന ഒരു കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ വേർകൃത്യങ്ങളില്ല. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുവാൻ സാധ്യമില്ലാത്തിടത്തും എല്ലായിടത്തുമുള്ള പരമാവധി ആളുകളോട് സുവിശേഷം പ്രസംഗിക്കണമെന്നതായിരുന്നു ആമേൻ പൗലോസിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ഒരു പദവിയായി മഹത്വമായി താൻ കരുതുകയും ചെയ്തു. ഇന്ന് രാത്രി അങ്ങനെ കരുതുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതു വിധേനയും ചെയ്യാൻ കടപ്പെട്ട ഒരു കാര്യമായി അത് കരുതി. ആമേൻ. 4-ാം അധ്യായം 17-ാം വാക്യവും റോമാലേഖനം 8:17, ഫിലിപ്പിയ ലേഖനം 1:29, 3:10, കൊലോസ്യർ 1:24. ഇവിടെ കൊരിന്തിൽ വീമ്പിളക്കുന്ന ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന്, പ്രസംഗകരിൽ നിന്ന് ഈ ദൈവപുരുഷൻ വളരെ വ്യത്യസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ലളിതമായ ഒരു അപമാനം നേരിടേണ്ടി വന്നാൽ, ഒരു നേരത്തെ ആഹാരം വെടിയേണ്ടി വന്നാൽ അത് അന്യായമായ പെരുമാറ്റമോ പ്രയാസമോ ആണെന്ന് കരുതുന്ന പലരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ. പ്രൈസ് ദി ലോർഡ്. ഒരു നേരം എന്തെങ്കിലും കാര്യം നടക്കാതെ പോയാൽ ഈ ദൈവം എന്തൊരു അന്യായമാ കാണിച്ചേ. ആമേൻ. എൻ്റെ ഭാര്യയുടെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലെങ്കിൽ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഈ ദൈവം എന്തൊരു അന്യായമായി എന്നോട് കാണിക്കുന്നേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതേ 11-ാം അധ്യായം 2 കൊരിന്ത്യർ ആമേൻ 11:28 എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ബോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്നെ ആമേൻ വ്യക്തമായി അറിയുന്നില്ലെങ്കിലും വ്യക്തമായി അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ അതേ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദമസ്കോസിലെ രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ആമേൻ. ദമസ്കോസ് പട്ടണത്തെ കാവൽ വെച്ച് കാത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്നും തെറ്റി ഓടിപ്പോയി. ഹല്ലേലൂയ. എന്റെ കഷ്ടപ്പാടുകളിലും അവൻ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുവാൻ അത് ഇടയാകത്തക്ക വിധത്തിൽ ദൈവം അത്ഭുതകരമായി തന്നെ നടത്തിയ വിധങ്ങളാണ് താൻ ലേഖനം എഴുതി ആമേൻ താൻ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളെ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ കഷ്ടപ്പാടുകളുടെയും നടുവിൽ ദൈവം കൂടെയുണ്ടെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അത് രുചിച്ചറിഞ്ഞു. ഇന്ന് രാത്രി അങ്ങനെ രുചിച്ചറിയുന്ന ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ദൈവമക്കളാണെങ്കിൽ ആർക്കും നിങ്ങളെ എതിർത്ത് വിജയിക്കുവാനാകില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വെല്ലുവിളികളിലൂടെ
കടന്നു പോവുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കെതിരാണെന്ന് ഇതിനർത്ഥമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെയും ആമേൻ പരീക്ഷണങ്ങളിലൂടെയും ഹല്ലേലൂയ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾ വിജയികളായി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. പിശാച് അന്ധകാരത്തിന്റെ കൂട്ടരും ഹല്ലേലൂയ അതെ നിങ്ങൾക്കെതിരായി ആളുകളെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കാൻ എത്ര ശ്രമിച്ചാലും ഹല്ലേലൂയ ദൈവം നിങ്ങളുടെ പക്ഷത്തായതിനാൽ അവർ പരാജയപ്പെടും. അവർ നിങ്ങളുടെ നന്മയ്ക്കായി അതെ അവൻ നിങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. അവൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മതിപ്പ് കൊടുത്താട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് രാത്രി അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8:28 ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ബന്ധത്തിൽ പലരും ആമി എടുത്തുദ്ധരിക്കുന്നതും ചുരുക്കം ചിലരെങ്കിലും തങ്ങളുടേതായ സാഹചര്യങ്ങളിൽ പ്രായോഗികമാക്കുന്നതുമായ വേദപുസ്തകത്തിലെ ശ്രേഷ്ഠമായ വാക്യങ്ങളിൽ ഒന്ന് ആമേൻ ഇന്ന് രാത്രി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വാക്കുകൾ വിശ്വസിച്ച് അവയെ പ്രായോഗികമാക്കുന്നവർ ക്ഷീണിപ്പിക്കുന്ന ചൂടേറിയ സ്ഥലത്ത് ആമേൻ കൂറ്റൻ പാറയുടെ കുളിർമയുള്ള ആ തണൽ പോലെ അതെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. അതെ ആമേൻ ശരിയായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് തോന്നുമ്പോഴും ഹല്ലേലൂയ ഈ വാക്യം അതെ 100% സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾക്ക് വന്നേക്കാവുന്ന ചില അനുഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ പിന്നിലാക്കുന്ന സംഭവങ്ങളെല്ലാം ഈ സത്യം പ്രായോഗികമാക്കുവാൻ കഴിയുന്നവർ അതേ സന്തുഷ്ടരായി ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം അവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ഇവ രണ്ടും അത് സത്യവിശ്വാസികളായവരെല്ലാവരെയും സൂചിപ്പിക്കുന്ന രണ്ട് ശൈലികൾ മാത്രമാണ്. അവരെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവിക ഉദ്ദേശത്തിനായി അവരെല്ലാവരും വിളിക്കപ്പെട്ടുമിരിക്കുന്നു. ആമേൻ. വാക്യം 30 ഹല്ലേലൂയ. ആമേൻ. 1-ാം അധ്യായം 5 മുതൽ 6 വരെ, 1 കൊരിന്ത്യർ 16:22, 1 യോഹന്നാൻ 4:8-16 ഇവിടെയെല്ലാം നമുക്ക് വളരെ വ്യക്തമായി ആമേൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ച അഭിഷക്തന്മാർ എഴുതിയ വചനത്തിന്റെ ശക്തി അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം ആമേൻ താൻ വിശ്വാസികളെ കൊണ്ട് എത്തിക്കുന്ന ഏത് സാഹചര്യമായിരുന്നാലും അതിൽ നിന്നെല്ലാം നന്മ ഉളവാക്കുവാൻ തനിക്ക് കഴിയുമെന്ന് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ താൻ ആമേൻ ഉദ്ദേശിക്കുന്നത് അവർ ആത്മീയമായി വളരണമെന്നും ഹല്ലേലൂയ അധികം ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നുമാണ്. ഹല്ലേലൂയ. അതേ സംഭവിച്ചിരിക്കുന്ന ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ എന്ത് നന്മയാണ് തങ്ങൾക്ക് വരുന്നതെന്ന് കാണുവാൻ വിശ്വാസികൾക്ക് എപ്പോഴും കഴിയണമെന്നില്ല. ആമേൻ. എന്നാൽ അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ട കാര്യം നമുക്കില്ല. നാം വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ആമേൻ തന്നെ അനുഗമിച്ച മാർത്തയോടും മറിയോടും പറഞ്ഞത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തെ അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സകല കാര്യങ്ങളും നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അങ്ങനെ വരുന്നതിന്റെ കാരണക്കാരൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് ആമേൻ ഇന്ന് രാത്രി അറിയാതെ പോകരുത്. ഹല്ലേലൂയ. അതെ പൗലോസ് എന്താണ് ഈ വാക്യത്തിലൂടെ ദൈവജനത്തോടായി പറയുന്നത്? നമുക്ക് അവ്യക്തമായ ഒരു പ്രത്യാശയുണ്ടെന്നോ അല്ലെങ്കിൽ അത് സത്യമായിരിക്കുമെന്നോ നാം ഊഹിക്കുന്നു എന്നോ അല്ല, പ്രത്യുത നാം അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആമേൻ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും അതിന്റെ സത്യാവസ്ഥയോടായ തെളിവുകൾ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് സത്യമാണെന്ന് നമുക്കറിയുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം ഹല്ലേലൂയ ഒന്ന് വായിച്ചാലും. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. ആമേൻ. ഉറക്കെ വായിച്ചാണ്. അതിനെ ഗുണമാക്കി
ആമേൻ. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവം എനിക്കത് ഗുണമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദർശനമുള്ള യോസേഫിനെ ആമേൻ ദോഷമായി കണ്ട് തള്ളിയിട്ട് തകർക്കാൻ നോക്കിയ ആമേൻ സഹോദരങ്ങൾക്ക് ഗുണമാക്കി യോസേഫിനെ മാറ്റിയ ദൈവം ഇന്ന് രാത്രി നീ പലർക്കും ദോഷമാണെന്ന് ചിന്തിച്ച് നിന്നെ തള്ളിയിട്ട് നിന്റെ നാശം കാണാൻ നോക്കി നിൽക്കുന്നവർക്ക് നിത്യജീവന്റെ രക്ഷയുടെ സന്ദേശം നിന്നിലൂടെ അവര് കേട്ട് നിത്യജീവൻ അവകാശിയാകെ പോകത്തക്ക വിധത്തിൽ നിന്നെ കൃപയാൽ നിറച്ച് അഭിഷേകം ചെയ്ത് ഈ തലമുറയിൽ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുവെന്നെങ്കിൽ ഇന്ന് രാത്രി ആ തിരിച്ചറിവുള്ള ദൈവജനം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. നിന്റെ കുഞ്ഞുനാളിൽ നീ ജനിച്ച വീട്ടിൽ നിന്ന് യോസേഫിനെ പോലെ നിന്നെ തള്ളി പുറത്താക്കി നീ എനിക്ക് ആരും അല്ല എന്ന് പറഞ്ഞ് നിന്നെ ഇറക്കി വിട്ട് പിൻകാലത്ത് നീ അവർ കത്താണിയായി അനുഗ്രഹമായി നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രസംഗം, നിന്റെ കൂട്ടായ്മ, നിന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമായി വരത്തക്ക വിധത്തിൽ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റി ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ ദൈവം അതുമായി ബന്ധപ്പെട്ട് അതേ ചില നന്മകൾ, അനുഗ്രഹങ്ങൾ, തലമുറകൾ, കുടുംബം നൽകിയെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വേഗം വായിച്ചാട്ട്, ധൈര്യപ്പെടുക, ഹല്ലേലൂയ, കർത്താവിൽ സന്തോഷിക്കുന്നത് തുടരുക, കാരണം നിങ്ങൾ വിജയിക്കുന്ന ഭാഗത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തോട് പറഞ്ഞത് ഫിലിപ്പിയർ 4:4 കർത്താവിലെപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേർ നന്ദിയുള്ളവരായി തങ്ങളെ തന്നെ സമർപ്പിക്കും? സന്തോഷിക്കുവാൻ കഴിയാതെ ആകുലതകളോ വ്യാകുലതകളോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന നിന്നെ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ദൈവം ഇന്നും തന്റെ പുത്രനെ ഉയർത്തി അതേ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ദുഃഖിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, നീ തകർന്നു പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിക്കുവാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി വിശുദ്ധിയോടെ അതേ നിൽക്കുന്ന അതേ ദൈവമക്കളെ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നന്ദിയുള്ളവരായി സമർപ്പിച്ചാട്ട്. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി. വാസ്തവത്തിൽ വെല്ലുവിളികളും പ്രശ്നങ്ങളും ആമേൻ അതെ ഉപയോഗിച്ച് എന്നെ എങ്ങനെ ആ മഹാനായ വ്യക്തിയാക്കി മാറ്റാമെന്ന് ഇന്ന് രാത്രി കേൾപ്പിച്ച തിരുവചനത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു പിതാവേ. യേശുവിന്റെ നാമത്തിലുള്ള ഹല്ലേലൂയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായി, നന്മകൾക്കായി ആമേൻ അത് ഉയർന്ന് അത് പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും നിറച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് പക്വതയോടുകൂടെ ആമേൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഉയരത്തിൽ നിന്ന് കൃപാവരങ്ങളെ പ്രാപിച്ചുകൊണ്ട് അത് മഹിമ കണ്ട സാക്ഷിയായി ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ കൃപ ലഭിച്ച വിളികേട്ട് ഇറങ്ങിത്തിരിച്ച അഭിഷേകന്മാർക്കെതിരെ ഉയർന്നു പോകുന്ന സകല വെല്ലുവിളികളെയും അത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വീരപ്രവർത്തികളാൽ അതേ സഭയെ ഉറപ്പിച്ച് അതേ ജനത്തെ നയിച്ചാട്ട് മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞ സമയത്തിൽ അധികം മുമ്പോട്ട് പോയി. ആമേൻ. അതെ, ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തുതിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിജു പിയാറിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എൽ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സജി വർഗീസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആദം ജീവയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Father. Thank you, Jesus. ഹല്ലേലൂയ. കലാ സുനിൽ കുമാറിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലൈല മാൻഡിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശോഭന വിജയനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിദാസൻ പാസ്റ്റർ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ബെന്നി യേസനായി ദൈവത്തെ സ്തുതിക്കാം. സിമിത വർഗീസിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അലക്സ് കുഞ്ഞുനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. റേച്ചൽ ഡാനിയലിനായി ദൈവത്തെ സ്തുതിക്കാം.
ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. നന്ദി കർത്താവേ. പ്രഭാ രാധാകൃഷ്ണനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിലായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. കെനസ് പെരുമ്പടവിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഷിജിമോൾ ബെന്നിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനങ്ങൾ ശ്രവിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കോൺഫറൻസ് കോളിൽ പങ്കെടുത്ത ആമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ലീലാമ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞമ്മ വളലിനായി ദൈവത്തെ സ്തുതിക്കാം. വത്സമ്മ ബാബുനായി ദൈവത്തെ സ്തുതിക്കാം. തങ്കമ്മ ജോസിനായി ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞമ്മ രാജുവിനായി ദൈവത്തെ സ്തുതിക്കാം. കെ സമ്മണിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ കഴിയുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ. ആമേൻ. സ്നേഹതീര പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ക്രിസ്തുവിൽ ആമേൻ വന്ദനം, നന്ദി അറിയിക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് പങ്കിട്ട് കൊടുക്കുക. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. അതെ, ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലോ കൂട്ടായ്മയിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകുവാൻ തക്കവണ്ണം ഇടയാകുന്നുവെങ്കിൽ നമുക്ക് കൂടി കാണാം. അതുവരെ ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ എണ്ണത്തിൽ ആരും കുറയാതെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ഗോഡ് ബ്ലസ് യു. Amém, Sotram. Bem,